ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. ഇന്ന് റിയാക്ടില് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ സീരീസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയാക്ടിന്റെ കോമ്പോണന്റ് ലൈബ്രറി മെറ്റീരിയൽ യു ഐ ആണ്. എന്താണ് മെറ്റീരിയൽ യു ഐ നോക്കാം. മെറ്റീരിയൽ യു ഐ റിയാക്ടിന്റെ ഒരു പോപ്പുലർ യു ഐ കോമ്പോണന്റ് ലൈബ്രറി ആണ്. അതായത് നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ യൂസർ ഇന്റർഫേസ് ബിൽഡ് ചെയ്യൂലേ, നമുക്ക് ആവശ്യമുള്ള കോമ്പോണൻസ്, ഇപ്പോൾ ഒരു ഫോം എടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബോക്സസും ബട്ടൺസും ഡയലോഗ് ബോക്സ് ഒക്കെ വെച്ചിട്ട് യൂസർ ഇന്റർഫേസ് ബിൽഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ യൂസർ ഇന്റർഫേസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടിയാണ് അതിന്റെ CSS പോർഷൻ അല്ലേ. അതായത് നമ്മുടെ യൂസർ ഇന്റർഫേസ് ഒരു കൺസിസ്റ്റന്റ് ആയിരിക്കണം, റെസ്പോൺസീവ് ആയിരിക്കണം, ഏത് സ്ക്രീൻ സൈസിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അത് കറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യണം. ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് ഈ മെറ്റീരിയൽ യു ഐ. അതായത് ഇതിൽ പ്രീ ഡിസൈൻഡ് ആയിട്ട് കോമ്പോണൻസ് അവൈലബിൾ ആണ്. ബട്ടൺസ്, ഡയലോഗ് ബോക്സസ്, കാർഡ്സ്, ഇൻപുട്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഈ കോമ്പോണൻസ് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ യൂസ് ചെയ്തിട്ട് ക്വിക്കായിട്ട് അട്രാക്റ്റീവും കൺസിസ്റ്റന്റും ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിന്റെ മെറ്റീരിയൽ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടാണ് ഈ കോമ്പോണൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ കോമ്പോണൻസ് ആണ് പ്രീ ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അവരുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം. ഇവിടെ കോമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻപുട്സിന്റെ ഓട്ടോ കംപ്ലീറ്റ്, ബട്ടൺ, ചെക്ക് ബോക്സസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡാറ്റ ഡിസ്പ്ലേസ്, മെറ്റീരിയൽ ഐക്കൺസ്, ഫീഡ്ബാക്സ്, അതായത് അലേർട്ട് ബോക്സ്, ഡയലോഗ് ബോക്സ് കാര്യങ്ങളൊക്കെ. പിന്നെ സർഫസസ്, അതായത് അക്കോർഡിയൻ, ആപ്പ് ബാർ ഒക്കെ നാവിഗേഷന് വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ഓരോ കോമ്പോണന്റും ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോസിലായിട്ട് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ റിയാക്ടിന്റെ പ്രൊജക്റ്റിൽ ഇതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അതിൽ ഇൻസ്റ്റാളേഷൻ ടാബ് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ കമാൻഡ് കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ npmന്റെ കമാൻഡാ കോപ്പി ചെയ്യുന്നത്. നമ്മുടെ പ്രൊജക്റ്റിലേക്ക് വരിക. ഫസ്റ്റ് നിങ്ങൾ റിയാക്ട് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അത് ക്രിയേറ്റ് റിയാക്ട് ആപ്പോ വൈറ്റോ ഏത് യൂസ് ചെയ്തിട്ടാണെങ്കിലും ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോ ഓൾറെഡി റിയാക്ടിന്റെ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയാക്ടിന്റെ ഫണ്ടമെന്റൽസ് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് അറിയണം. നമ്മുടെ ചാനലിൽ ഓൾറെഡി റിയാക്ട് ഫണ്ടമെന്റൽസിന്റെ ട്യൂട്ടോറിയൽ, ഹുക്സിന്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഈ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യുവാണ്. ഞാനിവിടെ കമാൻഡ് കൊടുത്തിട്ടുണ്ട്, എന്റർ അടിക്കുവാണ്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ package.json ഫയലിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതായത് മെറ്റീരിയൽ യു ഐ, ഇമോഷൻ, സ്റ്റൈൽഡ് മൂന്നും ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഇതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ 5.15.21 ആണ് കേട്ടോ. അതായത് നെക്സ്റ്റ് വീഡിയോ തൊട്ട് നമുക്ക് ഓരോ കോമ്പോണന്റും അതിന്റെ പ്രോപ്പർട്ടീസും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ടൈപ്പോഗ്രഫി, ഇൻപുട്ട് കോമ്പോണൻസ്, ഡയലോഗ് ബോക്സസ്, സർഫസസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഈ സീരീസിൽ പഠിക്കാൻ പോകുന്നത് ഈ കോമ്പോണൻസ് യൂസ് ചെയ്തിട്ട് ഒരു ക്ലീനും എലഗന്റും ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.